ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ എ ഡ്രാമ ലവ്. അങ്ങനെ ചെല്ലയാനും കെഷാനും കൂടി വീടിൻ്റെ ഷട്ടറൊക്കെ തുറന്നങ്ങനെ നോക്കുമ്പോൾ ഉള്ള ക്യാപ്പ് മാറ്റി കാണുമ്പോൾ ആദ്യം തന്നെ ജോവിനായിരിക്കും. അന്നേരത്തോളം ആകെ ഷോക്കാവും. ജോ നീ എന്താ ഇവിടെ നിൽക്കും? അപ്പോൾ എനിക്കും നിങ്ങളെ കൂടെ ഈ ഹാഡ് ബീറ്റ് ഫീൽ ചെയ്യുന്ന ജേണിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അതിൽ അവൾ കേശാനെ നോക്കിയിട്ട് പറയും, ഈ ആയിരിക്കില്ലേ ഇതൊക്കെ നമ്മളെ ഒറ്റി കൊടുക്കണം, ഈ ആയിരിക്കില്ലേ ഓനോ പറഞ്ഞത് നിൽക്കും. ആ നേരത്ത് ചെനിയാന്ന് വിളിച്ചാണ്ട് യൂഫി വരും. യൂഫി അവൻ്റെ അവളെ കൊല്ലം കണ്ടിട്ട് എന്തൊരു ഹെവി മേക്കപ്പാന്ന് നിൽക്കും. അവർ ഇത് രസമല്ലേ നിൽക്കും. ആ നേരത്ത് ജോ പറയും, നല്ല രസമുണ്ടല്ലോ പറയും. കെഷാനും പറയും, അടിപൊളിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് ആകെ ചടക്കും. യൂഫി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് എന്ന് പറയും, ഇത് നന്നായിട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് വേഗം കേക്ക് വരാറും. ആ നേരത്ത് യൂഫി വരും, സമയമല്ലേ നമുക്ക് പോകാറും. അപ്പോൾ പറയും, ഇല്ല ഞാൻ എന്തായാലും പോയി ആയിട്ട് വരാനായിട്ട് അകത്തേക്ക് ഓടും. ആ നേരത്ത് ജോ പറയും, എത്ര നന്നായിട്ടുള്ള മേക്കപ്പ് ഇനി വരും. അങ്ങനെ കഴിഞ്ഞവർ പാർക്കിലേക്ക് എത്ര സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ചെല്ലാൻ പറയും, ഇതാണ് നമ്മളെ ഫസ്റ്റ് തന്നെ എക്സ്പെരിമെൻറ്റ്. അതായത് കണക്കുകൾ പ്രകാരം, അതായത് ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഉണ്ടാകുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ നമ്മളിപ്പോൾ ഹൈറ്റിലുള്ളത് അങ്ങനെ ഓരോ ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഫിനാൽത്തിനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ റിലീസ് ഉണ്ടാവും. അപ്പം അത് നമ്മളെന്ത് ചെയ്യും, നമ്മളെ ഹെർട്ട് ബീറ്റിനെയും ബ്രീത്തിനെയും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നു പറഞ്ഞിട്ട് ഇവളിങ്ങനെ അതിൻ്റെ ഒരു കണക്ക് വരും. എന്നിട്ട് വേഗം കെഷാൻ്റെ കൈ പിടിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് മുന്നിലോടും. അങ്ങനെ ചെല്ലാനും ജോവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ബാക്ക് പോയി വെക്കും. അങ്ങനെ പഗോഡ റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു റൈഡ് ആയിരിക്കും അവർ കാണിക്കുന്നത്. എന്നിട്ട് കാര്യം നമ്മൾ ഫസ്റ്റ് ഇതിലാണ് കയറാൻ പോകുന്നത്. അപ്പം ചോദിച്ചു നമ്മൾ ശരിക്കും ഇതിൽ കയറാണ് നിൽക്കും. പക്ഷേ എനിക്ക് എന്താ അതിൻ്റെ പേടിയുണ്ടോ? ഇതൊക്കെ ചെറുത്, എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു പേടിയില്ലായിരുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് പോകും. അപ്പം യൂഫിനോട് ചോദിക്കും, നമുക്ക് ഓക്കെയാണോ നിൽക്കും. യൂഫ് പറയും, നമുക്ക് പോയിക്കാരും. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫുൾ ഒച്ച ഉണ്ടാക്കും. നേരത്തെ ഈ ഒരു ഫിത്തൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോർമോണിൻ്റെ പ്രൊഡ്യൂസിനെ വെച്ചിട്ട് പറയുന്നത്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഹാൻഡ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ വിയർക്കും, ഫേസസൊക്കെ റെഡ് ആവും, നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിയിലൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറോടുള്ള എഫെക്ഷൻസ് നന്നായിട്ട് കൂടും. അങ്ങനെ റൈഡ് കഴിഞ്ഞ് ആദ്യം ജോ വന്നിട്ട് വൊമിറ്റ് ചെയ്യാണ്. അപ്പം കെഷാനൊക്കെ അങ്ങനെ ഒന്ന് ഉഞ്ഞെടുക്കും. നേരത്തെ ശരിയൊക്കെ എന്താ പറ്റി. അപ്പോൾ ജോന് വേഗം മോശം വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ യൂഫിനോടൊക്കെ എന്താ കുഴപ്പമുണ്ടായിരിക്കും. യൂഫി അറിയും, ഇല്ല ഇഷ്യൂ ഇല്ലായിരുന്നു. അതായത് ജോ വെച്ചാൽ അറിയാം, എനിക്കും കുഴപ്പമൊന്നുമില്ല, ഞാൻ രാവിലെ കുറേ ഭക്ഷണം കഴിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് സുഖം ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് അടുത്ത് എന്തായിരിക്കും. അങ്ങനെ അടുത്ത ആക്ടിവിറ്റിയിൽ പോകുമ്പോൾ യൂഫി ചെല്ലാൻ മുന്നേ നടന്നിട്ടുണ്ടാവും. ജോ ആകെ ക്ഷീണിച്ച് അവിടെ തന്നെ നിൽക്കുമ്പോൾ കെഷാൻ പിടിച്ചടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ചെല്ലാൻ്റെ മുന്നിൽ പക്ഷേ അവന് കുഴപ്പമില്ലാത്ത അതേ അഭിനയിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹൊററായിട്ടുള്ള കാര്യങ്ങളിരിക്കും. ജോ കാണുമ്പോൾ തന്നെ പേടിച്ച് തിരിച്ചു ഓടാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അതിലുള്ള റൈഡിൽ ഒരു മൊത്തം ഫുള്ള് പേടിച്ച് ആർക്കാണ്. പക്ഷേ യൂഫിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ യൂഫിക്ക് അതിലൊന്നും ഒരു പേടി കാര്യമൊന്നും ഉണ്ടാവില്ല. ബാക്കി മൂന്നാളും നല്ല പേടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ചെല്ലാൻ എന്നിട്ട് ഒരു ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് യൂഫിനെ പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഓനൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഓളെന്ന് വിചാരിക്കുന്നത് എന്താ അങ്ങനെ അത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഹൊററായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ജോവിന് ഇത് കണ്ടിട്ട് ആകെ ഷോക്കായിരിക്കും. ചെല്ലാൻ്റെ മാസ്കും കൂടി കണ്ടപ്പോൾ ഓൻ്റെ ബോധം പോകും. അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽ സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയും, പേടിക്കാനില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ബോധം വന്നോളൂ എന്ന് പറയും. അങ്ങനെ ഡോക്ടർ പോയപ്പോൾ ചെല്ലാനും കെഷാനും കൂടി ജോ എന്നിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ ജോവിന് കെഷാനെ കാണുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ ആ മാസ്ക് തന്നെ കാണും ചെല്ലാൻ്റെ കയ്യിൽ. അത് കാണുമ്പോൾ പിന്നെയും ബോധം കെടും. അപ്പോൾ ചെല്ലാൻ പറയും, നല്ല ഇതായി തോന്നുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒന്ന് വെയ്യെങ്കിൽ നമ്മളിനി വല്ല പ്രഷറൈസ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ വേഗം കെഷാൻ പറയും അവൻ്റെ ഭാഗത്ത് പോയിട്ട്, അങ്ങനെയൊന്നുമില്ല, അവന് കുഴപ്പമൊന്നുമില്ല, അവന് ബാസ്കറ്റ് ബോളിൻ്റെ ടീമിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിലൊക്കെ പാസ് ചെയ്തതാണ്, ചിലപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് അവളൊരു നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തോളി, ഞാൻ അവൻ്റെ കൂടെ അവിടെ നിന്നോളാം. അപ്പോൾ ചെല്ലാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാറ്. അപ്പം യൂഫിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത തിങ് എന്തായിരിക്കും ആക്ടിവിറ്റി, അപ്പോൾ നമുക്ക് പോകാനായിട്ട് അടുത്ത റൈഡ് പോകും. അങ്ങനെ ആ റൈഡിലും ചെല്ലാൻ നന്നായിട്ട് പേടിക്കുന്നുണ്ടാവും. പക്ഷേ യൂഫിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ കഴിഞ്ഞ് വേറെ പല റൈഡിലും കയറും. നേരത്തെ യൂഫിനോട് ചെല്ലാൻ ചോദിക്കും, യൂഫി ഞാൻ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ ടാലൻറ്റഡ് ആണോ, എനിക്ക് എന്നുള്ള കഴിവുണ്ടായിരിക്കും. അവർ എനിക്കതിന് കഴിവുണ്ട്, പക്ഷേ ഈ ഒന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഒരു അതായത് ഓളും കൂടി പോസിറ്റീവായി പറയുന്നത് വിചാരിച്ചിട്ട് ഓളൊരു എനിക്ക് ഒന്നുകൂടി നിരുത്സാഹപ്പെടുത്താതെ പറഞ്ഞുകൊടുക്കും. എന്നിട്ട് വരും ഇതിൻ്റെ മുന്നത്തെ എൻ്റെ സ്കെച്ച് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്നെ പോലത്തെ ഒരാൾക്ക്, അതായത് യൂഫിനെ പോലത്തെ നല്ല പ്രൊഫഷണൽ എന്തായാലും ആകില്ല. അപ്പം യൂഫി അറിയും, ആർട്ടിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ കുറേ വീതി കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്താലാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് എത്തിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാവിയിൽ നല്ലൊരു ഇലിസ്ട്രേറ്റർ ആവും, റബേക്കൻ്റെ പോലെ. എന്നിട്ട് എന്നെ ഓവർടേക്ക് ചെയ്യാറ്. അപ്പോൾ യൂഫി തിരിച്ചായിക്കോട്ടെ, നമുക്ക് കാണാമല്ലോ വരും. ദെൻ ഒരു ഫെറിസ് വീലിലായിരിക്കും കയറുന്നത്. അപ്പോൾ നേരത്തെ ഒരു രണ്ടാൾ മാത്രമല്ലല്ലോ. അപ്പം യൂഫിനെ അങ്ങനെ ചെല്ലാൻ നോക്കുന്നുണ്ട്. യൂഫി എന്നോട് വിളിക്കും. എന്നിട്ട് അവളിങ്ങനെ പറയും, ഞാൻ ഇൻ കേസ് ഭാവിയിൽ പെയിൻറ്റർ ആയിട്ടില്ലെങ്കിൽ, പക്ഷേ ആ നേരത്ത് ഈ ലോകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റർ കാര്യങ്ങളായ അപ്പോഴും എൻ്റെ ഫ്രണ്ടായി തുടരുമെന്ന് നിൽക്കും. അപ്പോൾ യൂഫി എല്ലാവരും ഒറ്റയടിക്ക്. അപ്പോൾ ചെല്ലാനായിട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അന്നേരത്ത് യൂഫി അറിയും, എങ്ങനെ ആയാലും ഇന്ന തന്നെ തിരഞ്ഞു വരില്ലെന്ന് നിൽക്കും. അപ്പോൾ ചെല്ലാൻ പറയും, ഈ പറഞ്ഞത് ശരിയാണെന്ന് പറയും. യൂഫി അറിയും, ഇൻ കേസ് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ പെയിൻറ്റർ ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആർട്ട് എന്ന് പറഞ്ഞ ഫീൽഡിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, കയ്യിലൊക്കെ വർക്ക് ചെയ്യാമല്ലോ എന്ന് പറയും. അപ്പോൾ എന്ത് നിൽക്കും പറയും, എനിക്ക് ആർട്ട് ബ്രോക്കർ ആവാം, ഇവൻറ്റ് പ്ലാനർ ആവാം, അതായത് ഈ ആർട്ട്സായിട്ട് ബന്ധപ്പെട്ടെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ പറയും, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഓക്കെയാണ്, ഗുഡാണ്,